ഹോളി ആഘോഷിക്കുന്നതിൽ വിറകൊണ്ട് പള്ളിക്കുമേലെ ടാർപോളിൻ വലിച്ചു കെട്ടിയതിനു പിന്നാലെ ഇപ്പോൾ പള്ളി അടച്ചുപൂട്ടി മുസ്ലിങ്ങൾ. നിറങ്ങളോട് പോലും വർഗീയ വിദ്വേഷ ചുവയോടെയാണ് ഇസ്ലാമിസ്റ്റുകൾ സമീപിക്കുന്നത് എന്നതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ഹോളി ആഘോഷങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഹോളിയോട് അനുബന്ധിച്ച് ഉത്തർപ്രദേശിൽ ഉൾപ്പെടെ കർശന സുരക്ഷയാണ് യോഗി സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. അനിഷ്ട സംഭവങ്ങൾ എന്തെങ്കിലും തന്നെ നടന്നാൽ അവർക്കെതിരെ കർശന നടപടി തന്നെ സ്വീകരിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഹോളിക്ക് മുമ്പ് സംസ്ഥാനത്തെ മിക്ക പള്ളികളും ടാർപോളിൻ കൊണ്ട് മൂടിയിരുന്നു. അതീവ സെൻസിറ്റീവ് മേഖലകളിൽ കൂടുതൽ പോലീസ് സേനയെ വിന്യസിപ്പിക്കുകയും ചെയ്തിരുന്നു. CCTV ക്യാമറകൾ, ഡ്രോണുകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ടാണ് നിരീക്ഷണം നടത്തുന്നത്. ഹോളി ഉത്സവവും വെള്ളിയാഴ്ചയും ഒരേ ദിവസം ആയതിനാൽ തന്നെ പോലീസ് പൂർണ്ണമായും ജാഗ്രതയാണ് പാലിക്കുന്നത്. പെരുന്നാളിനിടെ തടസ്സങ്ങളൊന്നും തന്നെ ഉണ്ടാകാതിരിക്കാൻ നിറങ്ങൾ പ്രദർശിപ്പിക്കുകയും ഘോഷയാത്ര നടത്തുകയും ചെയ്യുന്ന സ്ഥലങ്ങളിലെ പള്ളികൾ മൂടൽ ജില്ലയിലെ സമാധാന കമ്മിറ്റി യോഗത്തിൽ തീരുമാനിച്ചിരുന്നു. നമസ്കാര സമയത്തിലും മാറ്റം വരുത്തിയിട്ടുണ്ടായിരുന്നു. നമസ്കാരത്തിന്റെ സമയക്രമം സംബന്ധിച്ച് വിവരങ്ങൾ അതാത് നഗരങ്ങളിൽ നൽകിയിട്ടുമുണ്ട്. UPയിലെ സംഭാലിൽ ജമ ഉൾപ്പെടെയുള്ള 10 പള്ളികളിൽ ടാർപോളിൻ കൊണ്ട് മൂടി. ഇതിനു പുറമെ തന്നെ ഷഹൻപൂരിൽ ലാത്ത് സഹാബ് എന്ന പേരിലെ ഘോഷയാത്രയുടെ ഒരു പരിപാടിയും നടക്കുന്നുണ്ട്. ഈ കാലയളവിൽ ഘോഷയാത്രയുടെ പാതയിലുള്ള 32 പള്ളികൾ പരസ്പരം സമ്മതത്തോടെ തന്നെ അടച്ചുപൂട്ടി. പല നഗരങ്ങളിലും ഇത് ചെയ്തിട്ടുണ്ട്. ഹോളി ഉത്സവത്തിന്റെ സുഗമമായ നടത്തിപ്പ് ഉറപ്പാക്കാൻ വേണ്ടി ഹോളി സമയത്ത് ബഹളം ഉണ്ടാക്കുന്നവരെ കർശനമായി തന്നെ നേരിടാൻ DGP പ്രശാന്ത് കുമാർ ഇതിനോടകം തന്നെ പോലീസ് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശവും നൽകി കഴിഞ്ഞിരിക്കുകയാണ്. ഉത്സവകാലത്ത് പുതിയ ഒരു പാരമ്പര്യവും ആരംഭിക്കാൻ അനുവദിക്കരുത്. ഹോളിക്കും ഘോഷയാത്രകളും നടക്കുന്ന സ്ഥലങ്ങളിൽ കൂടുതൽ സേനയെ വിന്യസിപ്പിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. കൂടാതെ ഹോളി വെള്ളിയാഴ്ച ആയതിനാൽ തന്നെ ഭരണ ഉദ്യോഗസ്ഥർ എല്ലാ മത നേതാക്കളുമായും സംഘാടകരുമായും ഒരു യോഗം നടത്തണമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. അവർ പറഞ്ഞ ഉത്സവവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മുൻകൂട്ടി പരിഹരിക്കണം. സമ്മിശ്ര ജനസാന്ദ്രതയുള്ള പ്രദേശങ്ങളിലെ ആഘോഷ ജാഥാവേളയിൽ മതിയായ പോലീസ് സേന, CCTV ക്യാമറകൾ, ഡ്രോൺ ക്യാമറകൾ എന്നിവ ഉപയോഗിച്ചുകൊണ്ട് നിരീക്ഷണം ശക്തമാക്കണമെന്നും കൂടാതെ തന്നെ സോഷ്യൽ മീഡിയയിൽ കിംവദന്തികൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പ്രത്യേകം നിരീക്ഷിക്കുകയും അവർക്കെതിരെ നടപടിയെടുക്കുകയും ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം ഹോളി ആഘോഷങ്ങൾക്ക് വേണ്ടി നിസ്കാരത്തിന്റെ സമയം മാറ്റാൻ പറ്റില്ല എന്നും വേണമെങ്കിൽ ഹോളി ആഘോഷങ്ങൾ 2 മണിക്കൂർ നേരത്തേക്ക് നിങ്ങൾ നിർത്തിവെക്കണമെന്ന് ആഹ്വാനം ചെയ്തുകൊണ്ട് മുസ്ലിം പ്രീണനവുമായി ബീഹാറിലെ ദർഭംഗ മേയറായ അജും ആര രംഗത്ത് വന്നിരുന്നു. മേജർ ജില്ലാ ഭരണകൂടം വഴി സമാധാന സമിതിയുടെ യോഗം വിളിച്ചു ചേർത്ത് ഒരു പ്രസ്താവന ഇറക്കിയതിലൂടെയാണ് ഇത്തരത്തിലൊരു പ്രസ്താവനയുമായി മേയർ രംഗത്ത് വരുന്നത്. ഹോളി ആഘോഷിക്കുന്നതിനെ ചൊല്ലി ഉത്തർപ്രദേശ്, ബീഹാർ സംസ്ഥാനങ്ങളിൽ സംഘർഷം ഉടലെടുത്തു എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയത്. അവരുടെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: ഈ വർഷം ഇന്ന് രാജ്യമെമ്പാടും ഹോളി ആഘോഷിക്കും. മുസ്ലിം സമാനമായ റംസാനും തുടരുകയാണ്. ഈ വേളയിലാണ് മേയർ രംഗത്ത് വന്നിരിക്കുന്നത്. ഹോളി ആഘോഷങ്ങൾ ഉച്ചയ്ക്ക് 12:30 മുതൽ 2 വരെ നിർത്തണമെന്നായിരുന്നു മേയർ ആര താമസക്കാരോട് അഭ്യർത്ഥിച്ചത്. കാരണമായി ചൂണ്ടിക്കാട്ടിയത് വെള്ളിയാഴ്ച നമസ്കാരത്തിന്റെ ഷെഡ്യൂൾ മാറ്റിവെക്കാൻ കഴിയില്ല എന്നതാണ്. എന്നാൽ ഹോളി ആഘോഷിക്കുന്നതിന്റെ ഇടയിൽ തന്നെ 2 മണിക്കൂർ ഇടവേള എടുക്കണമെന്നും അവർ നിർദ്ദേശിച്ചു. കൂടാതെ തന്നെ ഹോളി ആഘോഷിക്കുന്നവർ പള്ളികളിൽ നിന്നും ആരാധനാലയങ്ങളിൽ നിന്നും 2 മണിക്കൂർ വിട്ടു നിൽക്കണമെന്നും നിർദ്ദേശിച്ചിരുന്നു. അതേസമയം മുൻകാലങ്ങളിൽ പലതവണ ഹോളിയും റംസാനും ഒരുമിച്ച് ആഘോഷിച്ചിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ മേയറുടെ പ്രസ്താവന വലിയ വിവാദങ്ങൾക്കാണ് വഴിവെച്ചതും. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.